അള്ളാഹ് ദുനിയാവിൽ ആർക്കും എന്നെ വേണ്ടത്ര, എനക്ക് എന്നെ വേണമെങ്കിൽ ഈ രാത്രി പിടിച്ചോ. ആ രാത്രി മരിച്ചു. മരിച്ചപ്പോൾ മറവ് ചെയ്ത് നോക്കുമ്പോൾ വൈകുന്നേരം ഉണ്ടായ ഒരു പ്രകാശം ഇവിടുന്ന് ഖബറിന്ന്. ഇതെവിടെ ഉണ്ട് മൂല്യരെ? ഇത് ഇബ്നു കസീറിന്റെ അൽ ബിദായയിലുണ്ട്. ഇബ്നു തിമിനിഷൻ അൽ കസീർ എടുത്തു പോയി കളയും. പലയിടത്തുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് അൽ ബിദായയിലുണ്ട്. പോയി കളയും. അൽ ബിദായല്ലാത്ത പള്ളിയില്ലല്ലോ, അൽ ബിദായയിലുണ്ട് ഈ സംഭവം. അപ്പോൾ ജനക്കൂട്ടം വന്നു. ഈ വെളിച്ചം കാണാൻ വേണ്ടി പൊങ്ങ. എവിടുന്ന്? ഖബറിന്ന് വിളിച്ചത് പൊങ്ങ. എവിടേക്ക്? ആകാശത്തേക്ക്. അപ്പോൾ ആയിരക്കണക്കായ ജനങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കും വൈകുന്നേരമായാൽ. എന്നിട്ട് അവർ ആ വെളിച്ചത്തിൽ ദുആ ചെയ്യും. പടച്ചോനെ എന്നെ വിളിച്ചാണ്. ഒരു മനുഷ്യൻ അല്ലാഹുവിന് വേണ്ടി റസൂലിന് വേണ്ടി ത്യാഗം ചെയ്താൽ ആ മനുഷ്യനെ അല്ലാഹു ഒഴിവാക്കൂല. കുട്ടികളെ, ഇതിന് വലിയ ഉദാഹരണം എന്താ? طول ذكر المصطفى شاغفا به ونما خي كان عندي محادثا. അതൊന്നും ഉറങ്ങൂല. അവർക്ക് രാവും പകലും അള്ളാഹിന്റെ റസൂലിന്റെ ചിന്തയിരിക്കും. അങ്ങനെ ഉറങ്ങും, അങ്ങനെ ആലോചിക്കും. അവർക്ക് ഉറങ്ങാനേ കഴിയില്ല. അപ്പൊ അതാണ് പറഞ്ഞത്, അവരെ ഒരു മണിക്കൂർ അവർ ചിന്തിക്കുന്നത് 1000 റക്അത്തിന് മേലെയിരിക്കും. അള്ളാഹ് റസൂൽ ചിന്തിക്കണം. അള്ളാഹ് അവസ്ഥ നമുക്കും തരട്ടെ. നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഞാനീ പറഞ്ഞ വിഷമിക്കണ്ട. തൽക്കാലം ഇതൊക്കെ ഇവർ ജയിക്കുന്നേ ഉള്ളൂ. ഇതെല്ലാം പൊളിഞ്ഞ് പാകർന്ന് പരിപ്പെടുക്കും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതൊക്കെ ഞങ്ങളുടെ നിലവിലെ അവസ്ഥ? ഇവരൊക്കെ പൊളിഞ്ഞ് പാപ്പറാവും. ഇവരുടെയൊന്നും പേര് ചരിത്രത്തിൽ ആരും രേഖപ്പെടുത്തുക പോലുമില്ല. എല്ലാ രാഷ്ട്രീയക്കാരും ഉയർത്തിക്കൊണ്ടുവന്ന പണ്ഡിതന്മാരുണ്ട്, അവരെ പേരൊന്നും കാണാനില്ല. ഇപ്പൊ ഷാഫി ഇമാമിന്റെ കാലത്ത് ഭരണകൂടത്തിന് ഇഷ്ടമില്ലാത്ത പണ്ഡിതനാണ് ഷാഫി ഇമാം. മനസ്സിലാവേണ്ട പറയുന്ന അക്കാലത്തെ പണ്ഡിതൻ, അക്കാലത്തെ ഭരണാധികാരികൾ, ഉദാഹരണം അബ്ബാസി ഭരണകൂടം, അവരുടെ ഇഷ്ടപ്പെട്ട ഷെയ്ഖുൽ ഇസ്ലാം ഉണ്ട്. ആ ഷെയ്ഖുൽ ഇസ്ലാം എന്താന്ന് ഇപ്പം നമ്മൾ കിതാബ് തപ്പിയാ കാണൂല. തിരിഞ്ഞോ എന്തോ പറഞ്ഞോ, ഒന്ന് പറഞ്ഞോയല്ലോ. എന്തേ ഞാൻ പറഞ്ഞത്? മനസ്സിലായില്ല. അബ്ബാസികൾക്ക് ഇഷ്ടമില്ലാത്ത പണ്ഡിതനാണ് ആര്? ഇമാം ഷാഫി. അന്ന് അവര് തലയെക്കെട്ടിന്റെ മേലെ ഭരണകൂടം തന്നെ കൊടുത്തേക്കാണ് മൂപ്പർക്ക് അണിഞ്ഞൊരുങ്ങാനുള്ള സാധനങ്ങൾ. നീളം കുപ്പായത്തിന് മേലെ വേറെ കൊല്ല സാധനങ്ങൾ, ഇതെല്ലാം കുങ്കൗത്ത്, ഇതൊക്കെ തൊപ്പിയൊക്കെ ഇട്ട് ആയിരക്കണക്കായ ആളുകളെ ഇരുത്തി സ്റ്റേജിലേക്ക് ഭരണകൂടത്തിന്റെ ഭരിക്കണ മുതലാളിമാരി മറ്റൊരു മാറ്റം പറയാൻ വേണ്ടി കൊണ്ടുവന്ന് ആ സ്റ്റേജുകളിൽ ഇരുത്തുന്നവരെ പരിചയപ്പെടുത്ത ഷെയ്ഖുൽ ഇസ്ലാം എന്നാണ്. ആ ഷെയ്ഖുൽ ഇസ്ലാമിനെ നമുക്ക് തപ്പിയവരെപ്പോൾ കിട്ടും? എല്ലാ ഭരണാധികാരികളും ഷെയ്ഖുൽ ഇസ്ലാം ഉണ്ട്. ഓലെ എവിടെയാണ്, ഓലെ പേരെന്താന്ന് വരുന്നത് കിട്ടൂല. അന്ന് ആർക്കും വേണ്ടാത്ത മനുഷ്യനാണ് ഇമാം ഷാഫിഈ. ആ മനുഷ്യന്റെ പേരറിയാത്തൊരു ഹിന്ദു പോലും ഇല്ല, ഒരു ക്രിസ്ത്യാനില്ല. എന്തേ? അള്ളാഹുനെ ചോദിച്ച്. അവർ മരിച്ചാൽ എണീക്കുക, ജീവിക്കുമല്ല, മരിച്ചാൽ എണീക്കും. ഇവർ മരിച്ചാൽ ഒരു മണ്ണിട്ടൊരു പിന്നെ രണ്ടാമത്തെ ഒരു പാത്യം പോല. എന്തുകൊണ്ട്? ഇവനതിന് പറ്റൂല, അള്ളാഹിനത്തിന് ഇവനെ പറ്റൂല എന്ന് ഭരണാധികാരിക്ക് അറിയില്ലേ? ഇവൻ നമുക്കാണ്. ഞാൻ പറഞ്ഞ ഏറ്റു പറഞ്ഞ മൂല്യരാണ്. തിരിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? ഭരണകൂടം, രാഷ്ട്രീയം ഏത് കാലഘട്ടത്തിലും പണ്ഡിതന്മാരെ കൂട്ടുപിടിക്കും. അല്ലാതെ ഒരിക്കലും മുന്നോട്ട് പോകാനേ അവർക്ക് കഴിയൂല. അതെല്ലാ ഭരണകൂടം അങ്ങനെ തന്നെ. എല്ലാ ഭരണാധികാരികൾക്കും പണ്ഡിതന്മാരുണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. അവരെ ഉയർത്തി പറയും. അവർ ഈ ദുനിയാവിന്റെ അടിമകളുമായിരിക്കും. പക്ഷെ അവർ മരിച്ചാൽ ഒരു ഫാത്തിഹ ഓതാൻ ഈ രാജാവ് പോവില്ല. സ്വന്തം ആളാ രാജാവ് പോവില്ല. സ്വന്തം പെണ്ണുങ്ങളൊരു ഫാത്തിഹ ഓതൂല. അല്ല, മൂപ്പര് കള്ളനാന്ന് പെണ്ണുങ്ങൾക്കറിയാം. അതേ സമയത്ത് ആർക്കും വേണ്ടാത്ത ആളാണ് ഇമാം ഷാഫി. ആ ഷാഫിന്റെ പേരറിയുന്ന മുസ്ലിങ്ങൾക്ക് മുഴുവനും അറിയും. ആ മുസ്ലിമീങ്ങൾ, കോടിക്കണക്കായ മുസ്ലിമീങ്ങൾക്ക് ലോകത്ത് ഷാഫി ഇമാമിന്റെ പേരറിയും. കോടിക്കണക്കിന്, കോടികൾക്കറിയും. ഷാഫി എന്നൊരാൾക്ക് മുസ്ലിം സമുദായത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങളെന്താ വിചാരിച്ചേ? അവർ മരിക്കൂല. അവരെ ഹയാത്ത് തുടങ്ങൽ എപ്പോഴാ? മൗത്തിന് ശേഷം. അല്ലാഹു കൊണ്ട് ചോദിച്ചാൽ മരിക്കില്ല. അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു മരിക്കേയില്ല. ജീവിതകാലത്തുള്ള ചീത്ത കെട്ടിന് കൈയും കടക്കില്ല. അടിച്ചിട്ടല്ലേ, തള്ളിയിട്ടത്, തെരുവിലിട്ടല്ലേ അടിച്ചത്. ആര്? ഷാഫി മൂല്യന്മാരടിച്ചത്. ആ രോഗത്തിലാണ് മരിച്ചത് ഇമാം ഷാഫി.
അന്നത്തെ ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ആളുകൾ അടിച്ച്. ആര്? എന്നിട്ട് തിരിഞ്ഞു നോക്കാൻ ആളില്ല, തിരിഞ്ഞു നോക്കാൻ ആളില്ല. എന്തുകൊണ്ട്? മരിച്ചോട്ടെ, ശല്യ. എന്താ ശല്യം? ഓല് പറഞ്ഞേറ്റും അറിയില്ല, എന്താ ശല്യം? അങ്ങനെ മരിച്ച് ഇമാം ഷാഫി. അടി കിട്ടാത്ത നാലിമാമും അടി കിട്ടും. നാലിമാമിന് അടിയാ. നാലിമാമും രാഷ്ട്രീയക്കാരെ കണ്ണിൽ കരട. നാലിമാമും അള്ളാൻ്റെ ആളുകളാണ്. എന്നിപ്പോൾ രാഷ്ട്രീയക്കാർക്കെതിരായതുകൊണ്ടോ ഒന്നുകൊണ്ടും വിചാരിക്കണ്ട. ഇന്നത്തെ കാലം ഞാൻ രാഷ്ട്രീയക്കാർക്കെതിരായി നിൽക്കുന്ന മൂല്യന്മാർക്ക് എൻ്റെ ന്യായം പറയാൻ നിങ്ങൾ വിചാരിക്കരുത്. അവർക്ക് വേറെ ചില താല്പര്യങ്ങളാണുള്ളത്. അതല്ല ഈ പറയുന്നത്. മനസ്സിലായി? അള്ളാഹുവിന്റെ റസൂലിന്റെ ആളുകളാണ് എന്ന കാരണത്താൽ ഇഷ്ടമില്ല. നാലാക്കും തന്നെ, നാലാളും തല്ലിട്ടിട്ട. നാലാക്കും മമ്മലിക്ക് പള്ളാർച്ചടിച്ച് ജയിലിലിട്ട് പള്ളാർച്ചടിച്ചു ഭരണാധികാരി. മലിക് ഇമാമിന്, അബു ഹനീഫാന്, ഷാഫി ഇമാമിന്, അഹമ്മദ് ബിൻ ഹംബലിന് ചോര മൂത്രിച്ചു. അങ്ങനെ മരിച്ചു. അടി കിട്ടിയിട്ട്. എവിടുന്ന്? ജയിലിൽ നിന്ന്. ആരാണ് അടുപ്പിച്ചത്? ഭരണാധികാരി. ജയിലിട്ട് അടിച്ച്. നാലിമാമിൻ തല്ലിട്ടതാണ്. ഇന്നിപ്പോ ഷാഫി ഇമാമ് ജീവിച്ചിരുന്നു നോക്കി. ഇന്നിപ്പോ ഷാഫി ഇമാമിനെ ഒരു ഈസാ നബി വന്ന് ഹയാത്താക്കി. എന്നിട്ട് ഒരാൾ ഷാഫി ഇമാമിന്റെ രോമത്തിന് തൊട്ടാൽ നമ്മൾ ഇന്ന് കിട്ടിയ ഫ്ലൈറ്റിന് പോകില്ലേ? ആരുടെ ഷാഫി ഇമാമിനെ തൊടാന്ന് വെച്ചിട്ട്? ഇന്ന് ഷാഫി ഇമാമിന് വേണ്ടി കോടാനക്കൂടി ആളുകൾ ജീവിക്കല്ലേ? ഇന്ന് നമ്മളൊക്കെ ജീവിക്കുന്ന കാലത്ത് ഷാഫി ഇമാമിനെ ഒരാൾ തൊടുന്നു നമുക്ക് തോന്നുന്നുണ്ടോ? അതേസമയം തല്ലിട്ട് വീണിട്ട് രക്ഷപ്പെടുത്ത ഒരാളുണ്ടായില്ല ജീവിക്കണ കാലത്ത്. എൻ്റെ താന്ത മരിച്ചിട്ട് നന്നായി എന്നെല്ലാവർക്കും. എന്തേ എല്ലാവർക്കും പിടിച്ചിക്കൂല? എന്നെ പ്രശ്നം പറഞ്ഞിട്ട് കാര്യം. ഇന്നും ഞാൻ ഉസ്ബെക്കിസ്ഥാനിൽ പോയിട്ടുണ്ട്. ഉസ്ബെക്കിസ്ഥാനിലാണ് ഖബർ. ആരുടെ? ഇമാം ബുഖാരിയുടെ. ഷാഫി ഇമാമിനെ കയറിയില്ല. അവിടെ ഞാൻ പോയിട്ടുണ്ട്, ഒരുപാട് വട്ടം പോയിട്ടുണ്ട്. ബുഖാരി ഇമാമിനെ മക്കബറിൽ പോയിട്ടുണ്ട്. ഉസ്ബെക്കിസ്ഥാനിൽ ഒരു മരുഭൂ ഏരിയ, ഇന്ന് തന്നെ ആൾപ്പാർപ്പില്ല പരിസരത്ത്. അപ്പം അന്നോ എന്തേ സംഭവിച്ചത് ബുഖാറിൽ നിന്ന് പുറത്താക്കി, സ്വന്തം നാട്ടിൽ നിന്ന് രാജാവ് പുറത്താക്കി പോയി കളഞ്ഞ. എന്താ കാരണം? കാരണം രാജകൊട്ടാരത്തിൽ ദർസ് നടത്തണം. എന്തിനാണ് രാജാവ് പറഞ്ഞിട്ടുണ്ടാകുക? സ്വാധീനിക്കണം. ഏറ്റവും ചുരുങ്ങിയത് രാജാവ് ഒരു ചായ കുടിക്കാനുമെങ്കിൽ രാജാവിൻ്റെ ഒപ്പം ഇരിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ വർത്താനം പറയണം, ചങ്ങാത്തം കൂടാനോ. ഷാഫി ഇമാം ഇവർക്കൊന്നും പിടുത്തം ബുഖാരി ഇമാം ഇവർക്കൊന്നും പിടുത്തം കിട്ടാത്ത ആളാണ്. അപ്പൊ എന്നെ നോക്കിയിട്ടുണ്ടാവും, പിടുത്തം കിട്ടൂല. രാജാവ് വാതിൽ ഊണി കയറുമ്പോ മുദരിസ് മറ്റേ വാതിൽ ഊണിയാ നടങ്ങുക. അപ്പൊ കിട്ടൂലല്ലോ. അപ്പൊ പിന്നെ എന്ത് വെച്ചു? കൊട്ടാരത്തിൽ ദർസ് തുടങ്ങി. അപ്പൊ പറഞ്ഞു, രാജകൊട്ടാരത്തിൽ രാജകുമാരന്മാർക്ക് വേണ്ടി മാത്രം ഒരു ദർസ് നടത്താൻ എനിക്ക് പറ്റൂല. അപ്പോൾ പറഞ്ഞു, എന്നാലും സാധാരണക്കാരും വന്നോട്ടെ. സാധാരണക്കാരൻ കൊട്ടാരത്തേക്ക് വരൂല. കൊട്ടാരത്തേക്ക് ഒരുപാട് ഗേറ്റ് കീപ്പറൊക്കെ പോലിക്ക് വരാൻ കഴിയില്ല. അപ്പൊ പറഞ്ഞു, നിങ്ങൾ ന്യായങ്ങൾ പറഞ്ഞാൽ രക്ഷപ്പെടാൻ നോക്കരുത്. ഞാൻ ദർസ് നടത്താനാണ് പറഞ്ഞത്. അല്ല, കൊട്ടാരത്തിലൊന്നും ദർസ് നടത്താൻ പറ്റൂല. അല്ല, രാജകുമാരന്മാർക്ക് ഒരു പള്ളിയൊക്കെ ഒന്ന് ദർസ് ഇരുന്നോട്ടെ. അപ്പോൾ പറഞ്ഞു, ഞാൻ വലിയ ശമ്പളം തരാം, ശമ്പളത്തിന് ആവശ്യം എനിക്കില്ല, എനിക്ക് പള്ളിത്തെ ശമ്പളം തന്നെ മതിയോ. എന്നാ പള്ളിക്ക് ശമ്പളം കൊടുക്കണോ ഞാൻ തന്നെയാണ്. ഞാൻ എന്നാ പള്ളിക്ക് ശമ്പളം കൊടുക്കൂലാറും വേണ്ട. എന്നാ പിന്നെ എൻ്റെ നാട്ടിൽ അങ്ങനെ ദർസ് നടത്താൻ പറ്റൂലാറും പറ്റണ്ടാറും. ദർസ് നിർത്തിക്കൊള്ളാറും. ദർസ് നിർത്തിയ പോലെ എൻ്റെ നാട്ടിൽ നിൽക്കാൻ പറ്റൂലാറും പോയിക്കോളാറും. ആർക്കനുസരിച്ചില്ല? രാജാവിനനുസരിച്ച്. ഇറങ്ങ 62 വയസ്സാ, വെയ്യ, ആയുസ് മുഴുവൻ പട്ടിണി കിടന്നിട്ടുണ്ട്. നടക്കാൻ വയ്യ, ഒട്ടകപ്പുറത്തേക്ക് കയറാൻ വയ്യ, കയറ്റി കൊടുക്കാൻ ഒരാളില്ല. ഏതോ ഒരു വൃത്യൻ ഒട്ടകപ്പുറത്തേക്ക് കയറാൻ സാധിച്ചു. എന്നിട്ട് എന്തിനെ പോണ്? അപ്പോഴെങ്കിലും വിചാരിക്കാലോ, എന്ത് അള്ളാഹിനോട് പറഞ്ഞാൽ എനിക്ക് എതിർ കേൾക്കും, എനിക്ക് വയ്യ. അങ്ങനെ വന്നൊരു ദീനാണെന്ന് മനസ്സിലാക്കി ഒരു എതിർ പറയാൻ. നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് എതിർ പറയാലോ, പെണ്ണുങ്ങൾ കുട്ടികളും വരും എതിർ പറയാലോ. എന്ത് എനിക്ക് വെയ്യല്ലോ,
അയാളിഞ്ഞ രമുക്കാണ് തൽക്കാനാണ് ഒത്താളെ ചെയ്താൽ പിൽക്കാല പണ്ഡിതന്മാർ ആ ഒരു ഒഴിവ് കഴിവ് പറയും. എന്നെ 62 വയസ്സ് ആ യാത്രയിൽ മരിച്ചു. സമർക്കന്ദിലേക്ക് പോകുക, സമർക്കന്ദിലെത്തിയില്ല, മരിച്ചു. പെരുന്നാൾ രാവിലെ ദുആ ചെയ്യുന്ന ഭൃത്യൻ കേട്ടു. അല്ലാഹുവേ, ദുനിയാവിൽ ആർക്കെന്നെ വേണ്ടത്രേ, നിനക്കെന്നെ വേണമെങ്കിൽ പിടിച്ചോ. ആ രാത്രി മരിച്ചു. അല്ലാഹ് ദുനിയാവിൽ ആർക്കും എന്നെ വേണ്ടത്ര, നിനക്ക് എന്നെ വേണമെങ്കിൽ ഈ രാത്രി പിടിച്ചോ. ആ രാത്രി മരിച്ചു. മരിച്ചപ്പോൾ മറവ് ചെയ്ത് നോക്കുമ്പോൾ വൈകുന്നേരണ്ടായ ഒരു പ്രകാശം വന്ന് എവിടുന്ന് ഖബറിന്ന്. ഇതെവിടെ ഉണ്ട് മോലിയരെ? ഇത് ഇബ്നു കസീറിന്റെ അൽ ബിദായയിലുണ്ട്. ഇബ്നു തിമിനിഷൻ ഇബ്നു കസീർ എടുത്തു പോയിക്കളി. പലയിടത്തുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് അൽ ബിദായയിലുണ്ട്. പോയിക്കളി. അൽ ബിദായല്ലാത്ത പള്ളിയില്ലല്ലോ, അൽ ബിദായയിലുണ്ട് ഈ സംഭവം. അപ്പോൾ ജനക്കൂട്ടം വന്നു ഈ വെളിച്ചം കാണാൻ വേണ്ടി. പൊങ്ങ എവിടുന്ന്? ഖബറിന്ന് വിളിച്ചത് പൊങ്ങ എവിടേക്ക്? ആകാശത്തേക്ക്. അപ്പോൾ ആയിരക്കണക്കായ ജനങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കും വൈകുന്നേരമായാൽ. എന്നിട്ട് അവർ ആ വെളിച്ചത്തിൽ ദുആ ചെയ്യും. പടച്ചോനെ, എന്റെ വിളിച്ചാണല്ലോ. ഒരു മനുഷ്യൻ അല്ലാഹുവിന് വേണ്ടി റസൂലിന് വേണ്ടി ത്യാഗം ചെയ്താൽ ആ മനുഷ്യനെ അല്ലാഹു ഒഴിവാക്കൂല. കുട്ടികളെ, ഇതിന് വലിയ ഉദാഹരണം എന്താ? അങ്ങോട്ട് ജനങ്ങൾ നേരം വെളുക്കും വരെ എടുക്കും ആ വെളിച്ചം കാണാൻ വേണ്ടിയിട്ട്. സുഖം കൊണ്ടങ്ങോട്ട് ഒഴുകും. എവിടുന്ന്? ഖബറിൽ നിന്ന്. ജനങ്ങൾ മണ്ണ് മന്തി കൊണ്ടുപോകും. ജനങ്ങൾ തബറുക്കാൻ ആ ഖബറിലെ മണ്ണ് തിന്നാൻ വേണ്ടിയിട്ട്. കസ്തൂരി വാസനിക്ക എവിടുന്ന്? ഖബറിൽ നിന്ന്. ചരിത്രമാണ് മനുഷ്യന്മാർ, ചരിത്രം വിശ്വസിക്കണ്ടേ? ലോകപ്രശസ്തരായ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു കസീർ ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ സമർക്കന്ദിലെ രാജാവ് ബാരിക്കേഡ് കെട്ടി. ഇനി ഖബറിലൊക്കെ ഒരാൾ എടുക്കാൻ പാടില്ല. കാരണം മണ്ണെടുത്ത് തീർക്കൂല ഖബറില്. ഇനി ഖബറിന്റെ പുറത്തുനിന്ന് മണ്ണെടുത്തു, ഖബർക്ക് തൊടാൻ പാടില്ല. എന്തേ? ഏതൊരു രാജാവാണോ നാട്ടിൽ നിന്ന് പുറത്താക്കിയത്, ആ രാജാവിനെ 1 മാസം കൊണ്ട് ജനം പുറത്താക്കി. തകർന്ന് തരിപ്പണായി 1 മാസം കൊണ്ട്. മനസ്സിലാണ്ട് പറഞ്ഞു നടന്ന കാര്യ. ജീവിക്കുമ്പോൾ ഒരു മുറുക്ക് വെള്ളം കൊടുക്കാൻ ആളില്ല. ഈ പറഞ്ഞ ആളുകൾ കൊട്ടാരത്തിനെ തടഞ്ഞോ, രാജാവിനെ തടഞ്ഞോ? ഞങ്ങൾ ഇമാമാണ്, ഒന്ന് പോണേ, ഈ പറഞ്ഞേക്കണം, ഞങ്ങൾക്കൊന്ന് കാണുന്ന ഒരാൾ പറഞ്ഞില്ല. അന്ന് രാജാവിന്റെ ഒപ്പം നിന്നാലേ ജനങ്ങൾക്ക് തിന്നാൻ കിട്ടുള്ളൂ. ഇത് അള്ള മറച്ചു വെക്കും. അള്ള ഉത്തരം കാര്യം മറച്ചു വെക്കും. ഇത് അത്രയും വലിയ ആൺകുട്ടിയാണ്. മരിച്ചപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത്. പിന്നെ കരഞ്ഞിട്ട് എന്താ കാര്യം? അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ചാൽ മതി. അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക. അത് നമ്മൾ ബാധ്യതയാണ്. അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കുക. അപ്പൊ അതൊക്കെയാണ് ഈ പറയുന്നത് കവി. എനിക്ക് ആ കവിക്ക് ഉറങ്ങാൻ കഴിയൂല. ഖൽബിൽ റസൂൽ കയറി കഴിഞ്ഞു. മുത്ത് മുഹമ്മദ് മുസ്തഫ. ഞാൻ മേച്ചു നുജബൽ ഫിക്രി, ചിന്തയുടെ അത്യുന്നതമായ തെരഞ്ഞെടുക്കപ്പെട്ട ചിന്താശകലങ്ങളെ, മഹാചിന്തകളെ ഞാൻ മേച്ചു. ഫി റൗളി വസ്ഫിഹി, നബിയുടെ വിശേഷണത്തിന്റെ പൂന്തോപ്പുകളിൽ. ബിമർതഇ ഉൻസിൻ, നിർവൃതിയുടെ മേച്ചിൽ പുറത്ത്. ലം അജിദ് ഫീഹി, ആ മേച്ചിൽ പുറത്ത് ഞാൻ കണ്ടില്ല ആയിസൻ, കുഴപ്പക്കാരനായ ഒരാളെയും.
എൻ്റെ മേച്ചിൽ പുറത്തേക്ക് ഒരാൾ വന്നതേയില്ല. മുത്തുനബിയെ പറ്റി പറയാം. അതായത് എൻ്റെ ആയുസ്സിൽ എനിക്ക് വന്ന ചിന്തകൾ, ഈ ചിന്തകളൊക്കെ എവിടുന്ന് കിട്ടിയതാണ്? റസൂലുള്ളാഹിനെ പ്രേമിച്ചപ്പോൾ കിട്ടിയതാണ്. മനസ്സിലായില്ല? അതാണ് വലിയ വലിയ ലോകപ്രശസ്തമായ ചിന്തകളാണ് ആരുടേത്. എത്ര കിതാബുകളാണ് അവരെ ചിന്തകൾ പിൽക്കാലത്ത് പ്രഭാഷണം നടക്കുമ്പോൾ എഴുതും ആളുകൾ. അവരെ കിതാബ് എത്രയാ ജവാഹിറൊക്കെ അവരുടെ പ്രസംഗങ്ങൾ എഴുതിയതാണ്. പ്രസംഗം നടക്കുമ്പോൾ എന്ത് ചെയ്യും? ശിഷ്യന്മാരെഴുതും. അതിലൊക്കെ ലോകത്തെ അത്ഭുതകരമായ രത്നങ്ങളായിരിക്കും ആ പ്രഭാഷണങ്ങൾ. ഇതൊക്കെ എനിക്ക് എവിടുന്ന് കിട്ടി? ബിഹബ്ബിൽ മുസ്തഫ. ആരെ പ്രേമിച്ചു? റസൂലുള്ളാഹിനെ പ്രേമിച്ചു. നീ പ്രേമിച്ച നിനക്കും കിട്ടും. ഞാൻ മേയിച്ചു നുജബൽ ഫിക്രി, ചിന്തയുടെ അത്യുന്നതങ്ങളായ ചിന്താശകലങ്ങളെ, ഫിറൗദി വസുഫിഹി, നബിയുടെ വിശേഷണത്തിന്റെ പൂന്തോപ്പുകളിൽ, നബിയെ വിശേഷിപ്പിച്ച പൂന്തോപ്പുകളിൽ ഞാൻ ചിന്തകളെ മേച്ചു നടന്നു. നിർവൃതിയുടെ മേച്ചിൽ പുറത്ത്. നിർവൃതി എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ഒരു സന്തോഷം പറഞ്ഞാൽ മതിയാവില്ല. അവർക്ക് സന്തോഷമില്ലാതെ ഒന്നും ഉണ്ടാവില്ല. ഓതി അർത്ഥം പറഞ്ഞുതരാം. ഇന്നൽ അബ്റാറ ലഫീ നഈം വഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം യസ്ലൗനഹാ യൗമദ്ദീൻ വമാ ഹും അൻഹാ ബിഗായിബീൻ. അർത്ഥം വെക്കി. ഇന്നൽ അബ്റാറ, ഗുണവാന്മാർ, ലഫീ നഈം, അനുഗ്രഹാസ്വാദനങ്ങളായിരിക്കും. വഇന്നൽ ഫുജ്ജാറ, തിന്മയുടെ വക്താക്കൾ, തെമ്മാടികൾ, ലഫി ജഹീം, നരകത്തിലുമായിരിക്കും. യസ്ലൗനഹ, ആ നരകത്തെ അവർ കണ്ടെത്തും. യൗമദ്ദീൻ, പ്രതിഫല നാളിന്റെ ദിവസം. അപ്പൊ ഇവരോ? അർത്ഥം മനസ്സിലായി? ചോദ്യം മനസ്സിലായി? മനസ്സിലായില്ല. നരകവാസികൾ നരകത്തെ കണ്ടെത്തും, തെമ്മാടികൾ നരകത്തെ കണ്ടെത്തും എന്ന് പ്രതിഫല നാളിൽ. സ്വർഗവാസികളോ എവിടെ കണ്ടെത്താൻ പറഞ്ഞു തന്നെയല്ലോ. വേഗം നരകവാസികളെ പറ്റി പറഞ്ഞല്ലോ ആയത്തിൽ. അവർ ആസ്വാദനങ്ങളിലായിരിക്കും, അവർ അനുഗ്രഹത്തിന്റെ പ്രതീക്ഷയിലായിരിക്കും എന്ന് പറഞ്ഞു. എന്നും അവർക്ക് സന്തോഷമില്ലാത്തൊരു സെക്കൻഡ് ഈ ഭൂമിയിൽ ഉണ്ടാകുന്നില്ല. ജനങ്ങളെ മുന്നിൽ അവർ ഭയങ്കര പ്രയാസത്തിലിരിക്കും. ഹുബൈബ് റസൂലുള്ളാഹിക്ക് വേണ്ടി മരിക്കുമ്പോൾ അത് കേട്ടവരൊക്കെ കരഞ്ഞിട്ടുണ്ട്. ഹുബൈബ് കരയില്ല. കാരണം ഹുബൈബ് ഭയങ്കര സന്തോഷത്തിൽ, ഇത് സമർപ്പണം. മനസ്സിലായോ പറഞ്ഞത്? സന്തോഷം. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഇംഗ്ലീഷ് ചെറുകഥ വായിച്ചിട്ടുണ്ട്. ഭാര്യയും ഭർത്താവും വെഡിങ് ആനിവേഴ്സറിയിൽ സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് ലണ്ടൻ നഗരത്തിലൂടെ തിരിഞ്ഞു നടന്നു. രണ്ടാളയിൽ പൈസ ഇല്ല. എന്നെ കൊടുക്കും. എന്തോ റൂബിളുണ്ട്, എന്തോ ചെറിയ ചില്ലറ പൈസ. അങ്ങനെ ഭാര്യ തിരഞ്ഞ് നടന്നു. ഭർത്താവും തിരയുന്നുണ്ട്. മാർക്കറ്റില്ല, അന്നാര് വെഡിങ് ആനിവേഴ്സറി. അങ്ങനെ ചെറുകഥയാണ്. തിരഞ്ഞ് നടക്കുന്നതിനിടയിൽ റിസ്റ്റ് വാച്ചിൻ്റെ ചെയിനുകൾ വിൽക്കുന്ന ഒരു കട ഈ പെണ്ണിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പം അദ്ദേഹത്തിൻ്റെ റിസ്റ്റ് വാച്ചിൻ്റെ ചെയിനിൻ്റെ കളറ് പറ്റ പോയിട്ട് തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. അത് മാറ്റണം, എപ്പോഴെങ്കിലും ഒരു പൈസ കിട്ടിയാൽ അത് മാറ്റണമെന്ന് അയാൾ പലവരും പറയുന്നത് അവൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് കൊതിയായി അതൊന്ന് ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറിയുടെ ഓർമ്മക്ക് വേണ്ടി സമ്മാനമായി കൊടുക്കാം. പക്ഷേ കടയിൽ കയറി ചോദിച്ചപ്പോൾ അവളെ കയ്യിലുള്ള ചില്ലറ, മനസ്സിലായില്ലേ, പൗണ്ടാണോ റൂബിളൊന്നുണ്ടല്ലോ പൗണ്ട്, ആ പൗണ്ടിന് അത് വാങ്ങാൻ കഴിയൂല. അപ്പോൾ ദുഃഖിച്ച് അവിടെ നിന്ന് ഇറങ്ങി. എന്താ ഇനി ചെയ്യുക? അങ്ങനെ നടക്കുന്നതിനാൽ പിന്നെ ഈ പെണ്ണ് കണ്ടത് മുടി, നല്ല നീളമുള്ള മുടികൾ മുറിച്ച് കൊടുത്താൽ വാങ്ങപ്പെടും, അത് വിലക്ക് വാങ്ങാൻ തയ്യാറാണെന്ന് മുടി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു കടയിലാണ്. അപ്പോൾ ഈ പെണ്ണിന് നീണ്ട മുടിയുണ്ട്, വലിയ മുടിയാണ്. അപ്പോൾ ഈ പെണ്ണ് ഇനി സങ്കോചമില്ലാതെ കടയിലേക്ക് കയറിയിട്ട് ഇതിന് എത്ര കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ ആ കടക്കാരൻ വില പറഞ്ഞു. അപ്പോൾ ആ പെണ്ണ് മനസ്സിലാക്കി എന്ത് ചെയ്യും, റിസ്റ്റ് വാച്ചിൻ്റെ ചെയിൻ വാങ്ങാനും മതിയോ. അപ്പോൾ വേഗം എന്ത് ചെയ്തു, മുടി മുറിച്ച് വിറ്റിട്ട് കുറച്ച് പൗണ്ട് കിട്ടി. അപ്പോൾ വേഗം വന്നിട്ട് ഈ റിസ്റ്റ് വാച്ചിൻ്റെ ചെയിൻ വാങ്ങി ഇന്ന് അദ്ദേഹത്തിന് സന്തോഷിപ്പിക്കാമെന്ന് വിചാരിച്ച് മുടിയാണ് ആ പെണ്ണിന് അത്രയും സന്തോഷം. പക്ഷെ എന്നാലും ആ സന്തോഷം അവർക്ക് പ്രശ്നമല്ല. ആ സന്തോഷം നഷ്ടപ്പെടുത്തിയും അത് ആർക്ക് വേണ്ടിയാണ്? തൻ്റെ പ്രേമഭാജനത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തിയാൽ അവർക്കൊരു ദുഃഖമില്ല. അപ്പുറത്തെ തെരുവിൽ ഇയാൾ കപ്പുണ്ട്,
പെണ്ണുങ്ങൾക്കുള്ള തെരുവിൽ എന്താ ഓൾക്ക് കൊടുക്കുക എന്ന്. അയാളെ കയ്യിലും ചില്ലറ പൗണ്ടേ ഉള്ളൂ. അങ്ങനെ നടക്കുന്നതിനിടയിൽ അതിമനോഹരമായ മുടിയിൽ കുത്തുന്ന ഒരു മുടിയുടെ എയർപിന്ന് കണ്ടു. അപ്പോൾ അവളെ കയ്യിലെ എയർപിന്ന് നല്ലതില്ല, അവൾക്ക് എയർപിന്ന് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് അവളെ മുടിയിൽ അവളെ സന്തോഷിപ്പിക്കുന്ന എയർപിന്ന് എനിക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് സമ്മാനമായി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആ കടയിൽ കയറി ചോദിച്ചു നോക്കുമ്പോൾ കയ്യിലെ പൈസ തികയില്ല. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ വാച്ചിൻ്റെ ഒരു മാർക്കറ്റ് കണ്ടു. അപ്പോൾ വാച്ച് വാങ്ങുമ്പോൾ പഴയ വാച്ചൊക്കെ വാങ്ങുന്ന സ്ഥലം അവിടെ കയറിയിട്ട് ഇതിന് വില വെച്ചു. അപ്പോൾ എന്ത് പറഞ്ഞു കിട്ടും, ആ എയർപിന്ന് വാങ്ങാൻ മാത്രമുള്ള പൈസ ഇതിന് കിട്ടും. അങ്ങനെ ആ വാച്ച് അയാൾ അവിടെ വിറ്റു. ആ വാച്ചയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്, പക്ഷെ അത് വിറ്റു. എന്തുകൊണ്ട്? തൻ്റെ പ്രേമപാചനത്തിന് വേണ്ടി നഷ്ടപ്പെടുന്നതിൽ അയാൾക്കൊരു വിഷമമില്ല. അങ്ങനെ അയാൾ എയർപിന്ന് വാങ്ങി, മറ്റോള് വാച്ചിൻ്റെ ചെയിനും വാങ്ങി വീട്ടിലെത്തി സമ്മാനം കൊടുത്തപ്പോൾ രണ്ടാൾക്ക് അരിഞ്ഞുപോയി. കാരണം എയർപിന്ന് കൊടുക്കപ്പെടേണ്ട ആൾക്ക് മുടിയില്ല. മനസ്സിലായില്ല, റിസ്റ്റോച്ചിന് ചെയിന് കൊടുക്കണം, വാച്ചുമില്ല. അത് പ്രേമത്തിന് വേണ്ടി സമർപ്പിച്ചത്. ഇതാണ് ഈ പറഞ്ഞത്. പിന്നെ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. പ്രേമത്തിന് വേണ്ടി സമർപ്പിക്കണമെന്ന് സങ്കോചം ഉണ്ടാവില്ല. അതിലെടുത്ത് പറയൂല ഞാൻ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന്. ഒരുത്തി പറയണ്ടെങ്കിൽ ഉറപ്പിച്ചോളി, ഒക്കെ ഇങ്ങോട്ട് സ്നേഹമില്ല. പ്രേമം എടുത്തു പറയില്ല. പ്രേമത്തിൽ സമർപ്പണം എടുത്തു പറയില്ല. നമ്മൾ അവൾക്ക് വേണ്ടി ചെയ്ത് പറയുമ്പോൾ അവൾക്ക് അറിയും, അവൾ ചെയ്തത് അവൾ ഒരിക്കലും പറയില്ല. അതാണ് പ്രേമം. കാരണം നമുക്കപ്പോഴും തോന്നുന്ന നമ്മൾ അവൾക്കൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ചെയ്തത് പറയുന്നത് വഷളത്തരാവും. അതാണ് പ്രേമം. നിങ്ങൾ പേര് പോയി തല്ലുണ്ടാക്കണ്ട, പക്ഷെ ഇത് സത്യമാണ്. പ്രേമം ആഴത്തിലേക്ക് ഇറങ്ങിയാൽ എടുത്തു പറയില്ല, ഒരിക്കലും എടുത്തു പറയില്ല, ഒരിക്കലും പറയില്ല. അള്ളാഹുവിന് തൻ്റെ സൃഷ്ടികൾ വല്ലാത്ത ഇഷ്ടമാണ്, അതുകൊണ്ട് ഒരിക്കലും തിന്നാന്നെന്ന് പറയില്ല. നമ്മൾ തമ്മത്തെറ്റി പറയും. കോഴിക്കോട്ടേക്ക് ഞങ്ങൾ 10 വട്ടം യാത്ര ചെയ്യും. അന്ന് മുഴുവനും ഉച്ചച്ചോറിൻ്റെ വകയാണ്. എന്നിട്ടാണ് ഓനി നമ്മളോട് ഈ ജാതി ചെയ്തത്. ഇന്നലെ ബീച്ചിൽ പോയിരുന്നിട്ട് 10 പൈസ അവൻ്റെ കയ്യിലില്ല, എല്ലാം ചിലവാക്കി ഞാൻ. എന്നിട്ടെങ്കിലും ഇന്ന് ജനറൽ ബോഡി നടക്കുമ്പോൾ എൻ്റെ പേരൊരാൾ പറഞ്ഞത്, എന്നിട്ട് ഓമുണ്ട് അത് അവിടെ കൂർമ്മൻ്റെ മാതിരി ഇരിക്കുക. പ്രേമം ഇട്ടിട്ട് പറയില്ല. പ്രേമം ഉണ്ടെങ്കിൽ കൊടുത്തത് മുഴുവനും ചെറുതെന്ന് മനസ്സിലാക്കുക. പ്രേമത്തിൻ്റെ ആക്റ്റിൽ മാത്രമേ എടുത്തു പറയുള്ളൂ. അള്ളാഹ്ക്ക് അടിമകളോട് വലിയ ഇഷ്ടമാണ്. അടിമത്തമ്മാടിയാണെങ്കിലും ഞാൻ തിന്നാന്നില്ലെന്ന് പറയില്ല, ഒരിക്കലും പറയില്ല. ഇറവനിടം കയ്യേന്തുങ്കൾ അവനില്ല എന്ന് ചൊല്ലുവതില്ലേ. പെരുമയോടെ കേട്ടുപാറുങ്കൾ അവൻ പൊക്കിഷത്തെ മുടുവതില്ലേ. പൊക്കിഷത്തെ മുടൂല പറഞ്ഞാൽ അവൻ നിങ്ങൾക്ക് ചെയ്തെന്ന് അവൻ നാഗൂറാനിഫാന്റെ പാട്ടാണ്. അവനോട് പറഞ്ഞോളി, അപ്പൊ നിങ്ങൾക്ക് തിന്നാൻ തന്നല്ലോ അങ്ങനെ തന്നല്ലോ ഒന്നും എടുത്തു പറയില്ല. നിങ്ങൾക്ക് ചെയ്തെന്നത് ആരോട് പറഞ്ഞു? എന്നോട് പ്രേമത്തിന്റെ സമർപ്പണം അങ്ങനെയാണ്. അതാണ് പറഞ്ഞത്, അതാണ് പറയുന്നത്. ഞാൻ മേയിച്ചു നുജബൽ ഫിക്രി, ചിന്തയുടെ മഹാചിന്താശകലങ്ങളെ ഞാൻ പേയിച്ചിട്ടുണ്ട്. ഫീ റൗളി വസ്ഫിഹി, നബിയുടെ വിശേഷണങ്ങൾ പറയുന്ന പൂന്തോപ്പികളിൽ, അല്ലെങ്കിൽ നബിയുടെ വിശേഷണങ്ങളാകുന്ന പൂന്തോപ്പികളിലാണ് എൻ്റെ കാലികളെ ഞാൻ മേച്ചത്. അങ്ങനെയാണ് അതിൻ്റെ ലാഭമായി ചിന്തകൾ എനിക്ക് കിട്ടിയത്. വിമർത്ത ഉൻസിൻ, മഹാനിർവൃതിയുടെ മേച്ചിൽ പുറത്ത് വെച്ചാണ് ഞാൻ മേച്ചത്. അത് വല്ലാത്ത നിർവൃതിയാണ്. നബിയെ പറ്റി പറയുമ്പോൾ എപ്പോഴും അത് ആത്മഹർഷമാണ്, നിർവൃതിയാണ്. പിന്നെ ലം അജിദ് ഫീഹി, അതിൽ ഞാൻ കണ്ടെത്തിയതേയില്ല ആയിസന, ഒരു ഫസാദുകാരനെയും കണ്ടെത്തിയതേയില്ല, ഒരു കുഴപ്പക്കാരനെയും കണ്ടെത്തിയതേയില്ല. അത്തരം ആളുകൾ ആ വഴിക്കേ വരൂല. നിനക്കെന്താ, നിനക്കെന്ത് പറ്റി? മിൻ മർആൻ, നിനക്ക് ആ മേച്ചിൽപ്പുറം വന്ന് കണ്ടുകൂടെ?
ആ മേക്കപ്പെടുന്നതിനെയും ആ മേച്ചിൽപ്പുറത്തെയും നിനക്കൊന്ന് വന്ന് കണ്ടുകൂടെ? മേക്കപ്പെടുന്നതിനെയും ആ മേച്ചിൽപ്പുറത്തെയും നിനക്കൊന്ന് വന്ന് കണ്ടുകൂടെ? ബഹീജിൻ, അത് വല്ലാത്ത കണ്ണിന് ഇമ്പമുള്ള വല്ലാത്തൊരു മേച്ചിൽപ്പുറമാണ്. ഹമൈനാഹു, ആ മേച്ചിൽപ്പുറത്തെ നാം സംരക്ഷിച്ചു വരികയാണ്. ഖദീമൻ വഹദിത, പണ്ടും ഇപ്പോഴും എൻ്റെ കണ്ണുണ്ടവിടെ. അതാ വല്ലാത്തൊരു മേച്ചിൽപ്പുറം. നബിയെ പറ്റി പറയുന്നിടത്തേക്ക് ഒരാളെ കയറാൻ ഞാൻ സമ്മതിക്കൂല. അത് വല്ലാത്തൊരു മേച്ചിൽപ്പുറം. ഫയ്യാലൊക്കെ നിനക്ക് എന്ത് പറ്റി? മിൻമർആൻ, ആ മേച്ചിൽപ്പുറത്തിനെയും മേക്കപ്പെടുന്നതിനെയും വന്ന് നിനക്ക് കണ്ടുകൂടെ? ബഹീജിൻ, കണ്ണിനിമ്പമാർന്നതാണത്. ഹമൈനാഹു, അതിനെ ഞാൻ സംരക്ഷിച്ചേ വരികയാണ്. ഖദീമൻ, പണ്ടേയും, ഹദീസൻ, ഇപ്പോഴും. 1900 ജനിച്ചു, 1975 കവി മരിച്ചു എന്ന്. ويضمان شطول الدهر شم أريجه بسام وحام ثم من كان يابثا. നേരം വൈകിട്ടില്ലല്ലോ, ഒരു വരി. ويمآن طول الدهر شم أريجه لسام وحامٍ ثم من كان يابثا. ويمأن طول الدهر, അവിടെ നിന്ന് അടിച്ചു വീശുന്നുണ്ട്. ഷമ്മു, അതിൻ്റെ ആസ്വാദനം അനുഭവിക്കുന്നുണ്ട്. ആർക്കെല്ലാം അനുഭവിച്ചിട്ടുണ്ട്? ഷമ്മു അരീജിഹി, ആ മനോഹരമായ സുഗന്ധത്തിൻ്റെ നിർവൃതമായ വാസന അടിച്ചു വീശി കിട്ടിയിട്ടുണ്ട്, ആസ്വദിച്ചിട്ടുണ്ട്, അവിടുന്ന് ലഭിച്ചിട്ടുണ്ട്. ലിസാമിൻ, സാമിന് കിട്ടിയിട്ടുണ്ട്. ഹാമിനും കിട്ടിയിട്ടുണ്ട്. സുമമൻഖാന യാഫിസ, പിന്നെ യാഫിസിനും കിട്ടിയിട്ടുണ്ട്. ഇവരൊക്കെ ഈ വാസന അടിച്ചാസ്വദിച്ചവരാണ്. ഇപ്പോൾ മാത്രമല്ല, ഈ വാസന ഇന്ന് തുടങ്ങിയതല്ല. മനസ്സിലായില്ല? ഇത് സാമിൻ്റെ മൂക്കിലുണ്ടായതുകൊണ്ടാണ് സാമിന് അള്ളാഹ് കൊണ്ട് പണിയെടുക്കാൻ കഴിഞ്ഞത്. മുഹമ്മദ് മുസ്തഫയുടെ സുഗന്ധം ആരെ മൂക്ക് കയറിയിട്ടുണ്ട്? സാമിന്. അതുകൊണ്ട് ആ മൂക്ക് കയറിയവരൊക്കെ കപ്പലിൽ കയറിയിട്ടുണ്ട്. ഓരൊക്കെ കപ്പലിൽ നിന്ന് ഇറങ്ങി പണിയെടുത്തിട്ടുണ്ട്. കാരണം ഓരോ മൂക്കിൽ എന്തുണ്ട്? മുഹമ്മദിൻ്റെ സുഗന്ധമുണ്ട്. എന്താ പറയുന്നത്? മനസ്സിലായി? മസ്നവിയിലുണ്ട് ഒരു വാക്ക്, മസ്നവിയിലുണ്ട് ഒരു വാക്ക്. കാലം കാറ്റിനോട് ചോദിച്ചു, അല്ല കവി പറയാം, ഞാൻ കാറ്റിനോട് ചോദിച്ചു, കാറ്റേ നീ എന്തിനാണ് ഈ സുലൈമാനും പറയുമ്പോഴത്തിന് സുലൈമാന്റെ പലക പൊക്കാൻ നടന്നത്? മസ്നവി തുടങ്ങുന്നത്. അപ്പോൾ കാറ്റ് കവിയോട് പറഞ്ഞു, കവി, എനിക്കെങ്ങനെ സുലൈമാനെ പൊക്കാതിരിക്കാൻ കഴിയും? സുലൈമാൻ ഒരു മോതിരമുണ്ടായിരുന്നു, ആ മോതിരത്തിൻ്റെ മുകളിൽ മുഹമ്മദ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ മോതിരം വഹിക്കുന്ന ഒരാളെ എങ്ങനെ വഹിക്കാതിരിക്കാൻ എനിക്ക് കഴിയും? അത് പറഞ്ഞ മസ്നവി തുടങ്ങുന്നത്. പേർഷ്യൻ ഭാഷ എല്ലാവരും പഠിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഫാരിസി പഠിക്കണം. ഫാരിസി എന്ന് പറഞ്ഞാൽ ഭയങ്കര. ഫാരിസിയിൽ എന്താ പറഞ്ഞത്? ഇമാം ഗസാലിയുടെ കിതാബുകൾ മൊത്തം ഫാരിസി പഠിക്കണം. പിന്നീട് അറബിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. മനസ്സിലായില്ല? അടിസ്ഥാന ഭാഷ. അതായത് യഹ്യ അടക്കം, യഹ്യൊക്കെ ചെറിയ കിതാബാണ്. ഗസാലി ഇമാം ഗസാലിയെ പറ്റിയുള്ള ഒരു പ്രഭാഷണം നമ്മൾ ആരംഭിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എൻ്റെ ജീവിതത്തിൽ വല്ലാത്തൊരാഗ്രഹം. കാരണം സമൂഹത്തിന് ഗസാലി അറിയില്ല. നമുക്കൊക്കെ അറിയുന്ന വിചാരിച്ചിട്ട് ഞാൻ പഠിച്ചപ്പോൾ അറിയില്ല എന്ന് മനസ്സിലായത് പഠിച്ചപ്പോൾ ആർക്കും അറിയില്ല. ഗസാലി 55-ാമത്തെ വയസ്സിൽ മരിച്ചു. 10 കൊല്ലത്തെ 9 മാസം എവിടെ പോയി ആർക്കും അറിയില്ല. ആ 10 കൊല്ലം കൊണ്ടാണ് നേടിയതൊക്കെ. ഇമാം ഗസാലി അവരുടെ കിതാബുകളൊക്കെ ഫാരിസിയില. അല്ലെങ്കിൽ ഇസ്ലാം മക്കയിലും മദീനയിലുമാണ് ഉണ്ടായതെങ്കിലും ഇസ്ലാമിനെ വളർത്തിയത് പേർഷ്യക്കാർ. ഹിക്മത്ത് സുറയ്യ നക്ഷത്രത്തിന്റെ അടുത്താണെങ്കിലും പേർഷ്യക്കാർ നീലവിഹായസിലൂടെ ഊളിയിട്ട് പോയി അത് കൊണ്ടുവരും. പുണ്യ റസൂൽ പേർഷ്യക്കാരൻ. അത് അബൂ ഹനീഫയെ പറ്റിയാണ് ഒരു അഭിപ്രായം. പേർഷ്യക്കാരൻ എല്ലാം ലോകത്തെ മികച്ച തഫ്സീറുകൾ, ലോകത്തെ മികച്ച തസവൂഫി ഗ്രന്ഥങ്ങൾ ഒക്കാരുടേതാണ്. എല്ലാം നഹ്വിന്റെ ഏറ്റവും നല്ല കിതാബ് പേർഷ്യക്കാരുടേത്.
ഞാൻ സർഫ് തഫ്സീർ എല്ലാം പേർഷ്യക്കാർ. ആരോട് പറയണ്ട, അറബ് ലോകത്ത് നിന്ന് പിന്നെ ഒരു ജീനിയസ് ഉണ്ടായില്ല. അതുകൊണ്ടാണ് പേർഷ്യയിൽ കയറാവുന്ന വാതിൽക്കലേക്ക് പിന്നെ മാറി അലി ഇബ്നു അബീ ത്വാലിബ്, ഹിക്മത്തിന്റെ സുൽത്താൻ. ഇസ്ലാമിനെ വളർത്തിയത് പേർഷ്യക്കാരാണ്. അവരാരായാലും അവരിൽ പിൽക്കാലത്ത് പല മാർഗഭ്രംശം ഉണ്ടായിട്ടുണ്ട്. എന്നാലും പേർഷ്യക്കാരെ എപ്പോഴും ആക്ഷേപിച്ച് നടക്കരുത്, ഖൈറില്ല. അതല്ല ഞാൻ ഇപ്പൊ പറയുന്നു, ഖൈറില്ല, ഒരു നന്മണ്ട്. എല്ലാം പേർഷ്യക്കാരുടെ പ്രത്യേകത തന്നെയാണ്. അവരുടെ പ്രത്യേകത തന്നെയാണ്, വല്ലാത്ത പ്രത്യേകതയാണ്. അവരെ ആക്ഷേപിക്കരുത്. അവരെ മാർഗഭ്രംശം സ്വാഭാവികമായി അവർക്കൊക്കെ പലപ്പോഴത്തും സംഭവിച്ചിട്ടുണ്ടാവാം. എന്നാൽ അള്ളാഹുവിന്റെ ഹബീബിന് ഇഷ്ടപ്പെട്ട ഒരു നാടായിരുന്നു ഏത്? പേർഷ്യ. ഇസ്ലാമിനെ വളർത്തി മുഴുവനും അവരെ ചിന്താഗതികളൊക്കെ അങ്ങനെയാണ് എല്ലാം. ഇതാ പറയുന്നത്. എന്താ ഞാൻ മസ്നബി പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. മസ്നബിയുടെ തുടക്കത്തിലുണ്ട് എന്ത് കാറ്റിനോട് കവി ചോദിച്ചു, എന്തിനാണ് കാറ്റ് നീ ആ സുലൈമാനി പേറി നടന്നിരുന്നത്? അപ്പോൾ കാറ്റ് പറഞ്ഞു, എങ്ങനെ എനിക്ക് സുലൈമാനെ പേറാതിരിക്കാൻ കഴിയും? അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണെന്ന് അതിൽ എഴുതി വെച്ചിട്ടുണ്ട് മുഹമ്മദിനെ പറ്റി. പിന്നെ ആ വ്യക്തിയെ ചുമക്കാതിരിക്കാൻ എനിക്ക് കഴിയൂല എന്ന് കാറ്റ് പറഞ്ഞു കവിയോട്. മനസ്സിലായി? അതാ മുഹമ്മദ്. എല്ലാ കാലത്തും അടിച്ചു വീശിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് തുടങ്ങിയതല്ല. എന്റെ കുട്ടിക്കാലത്ത് ചില വഹാബികളുടെ പ്രഭാഷണങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട് എന്ത്, ആദം നബിക്ക് തൗബ സ്വീകരിച്ചത് മുഹമ്മദ് നബിന്റെ റഹ്മത്തുണ്ട്, ഒന്നിപ്പോ മുഹമ്മദ് നബി. അപ്പൊ അതിന് ചില ആളുകളും മുഹമ്മദ് നബി ഉണ്ട്. നേരെ ഖുർആനിലേക്ക് ചിന്തിച്ചാൽ മതി. എന്ത്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ സർവകാല ജനങ്ങൾക്കും സർവർക്കും റഹ്മത്തായിട്ടല്ലാതെ അങ്ങേ ഞാൻ അയച്ചില്ല. നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം പിന്നുള്ളവർക്ക് നോക്കിയാണോ അതിന്റെ അർത്ഥം? അപ്പൊ ആദമിന്റെ തൗബ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കാരണക്കാരൻ ആരെന്നെ? അത് ഖുർആനിലുണ്ട്. ഏത് വാക്കിലുണ്ട്? അത് പറയേ, ഏത് വാക്കിലുണ്ട്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് വന്നിട്ടുണ്ടാക്കുക ഒരു വരിയാണ്. ആ വരിമേലാണ് പിന്നെ 100,000 വരി നമുക്കരെ എഴുതിണ്ടാക്കും. അത് ഇത്രേ ഉണ്ടാവുള്ളൂ. അതിന്റെ വ്യാഖ്യാനങ്ങൾ പറയും അങ്ങോട്ടും ഇങ്ങോട്ടും. മുമ്പ് ഒരു എന്തുണ്ടാവും? ഒരു വിധി പകർത്തുമ്പോൾ വിധിയിൽ ഒരു വരിയുള്ളൂ. ആ വിധിയെ മാനദണ്ഡമാക്കിയിട്ട് പിന്നെ 1000കണക്കിന് വിധികൾ നടക്കും. അതിന്റെ വ്യാഖ്യാനങ്ങൾ 10,000 ഇറങ്ങും. അതെല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. ഇത് മനുഷ്യന്റെ വിധി പകർപ്പോലും അങ്ങനെയാണെങ്കിൽ റബ്ബിന്റെ വിധി പകർപ്പാണല്ലോ എന്ത്? ഒമാ അർസൽനാക ഇല്ല. ഇതിന്റെ അർത്ഥം എന്താണ്? അന്തള്ളോനെ അന്തണ്ടെങ്കിൽ, അന്തണ്ടെന്ന് പറഞ്ഞോണ്ട് അന്തണ്ടാവില്ല. അന്തണ്ടെങ്കിൽ ആദം നബിയുടെ തൗബ സ്വീകരിക്കുന്ന കാരണം ഈ അരീത്തിന്റെ മൂല്യനെ ആയത്തുണ്ടാവുന്ന അരീത്ത് ഞാൻ കേൾക്കണം പറയുള്ളൂ. ലൈഫാണ് ആയത്തിനെ ലൈഫാക്കണം. മെഷീൻ ഇറങ്ങിയിട്ടില്ലല്ലോ. ഒമാ അർസൽനാക. അപ്പൊ എന്തോർത്ഥം വെക്കാം? ഇനി അർത്ഥം വെക്ക്. ഖുർആനിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അല്ലാന്ന് പറയാൻ തന്തക്ക് പറഞ്ഞുണ്ടെങ്കിൽ പറയാം. തന്തക്ക് പറഞ്ഞോ പറയാൻ തയ്യപ്പെടില്ല. നൂഹ് നബി അലൈഹിസ്സലാം കപ്പലിൽ രക്ഷപ്പെട്ടത് ആരെ കൊണ്ടാണ്? മുഹമ്മദ് മുസ്തഫ. എവിടെയാണ് ഖുർആനിൽ? പിന്നെ എന്തിനാണ് നിനക്ക് അരീത്ത്? തന്തക്ക് സ്ഥിരം പറയും. ഇബ്രാഹിം നബി അഗ്നികുണ്ഡത്തിൽ രക്ഷപ്പെട്ടത് ആരെ കൊണ്ടാണ്? കാരണം സർവകാല ജനങ്ങൾക്കും അങ്ങയുടെ റഹ്മത്താണ്. എല്ലാവർക്കും റഹ്മത്തായിട്ട് അങ്ങയച്ച് നിങ്ങൾക്ക് ശേഷമുള്ളതല്ല. അതാണ് പറഞ്ഞത്. അത് അന്തുള്ള ആള് പറഞ്ഞു കേൾക്ക്. എന്ത് അരിയക്കത്തു എന്താ എങ്ങനെ? അടിച്ചു വീശിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. തൂലത്തഹിരി നീണ്ട കാലഘട്ടം മുഴുവനും അടിച്ചു വീശിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ആ പുണ്യ റസൂലുള്ളാഹി തങ്ങളുടെ
അതിമഹത്തായ സുഗന്ധത്തിന്റെ മനോഹരമായ വാസനകൾ അടിച്ചു വീശിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എല്ലാവർക്കും. എത്രത്തോളം ഈ സാമിന് അത് കിട്ടിയത് കൊണ്ടാണ് സാമായത്. സെമിറ്റിക് സമൂഹങ്ങളുടെ പിതാവായി അറിയപ്പെടുന്ന ആളാണ് ആര്? സാം ബിൻ നൂഹ്. ഹാമിറ്റുകളുടെ പിതാവായി അറിയപ്പെടുന്ന ആളാണ് ആര്? ഹാം. നമ്മൾ ഇന്ത്യക്കാരൊക്കെ ഹാമിറ്റുകളായി ഗണിക്കപ്പെടും. ആര്? ലേശം സെമിറ്റുകൾ നമ്മളിലേക്ക് കൂടും. ആഫ്രിക്കക്കാർ ഹാമിറ്റുകളാണ്. ഏഷ്യക്കാർ പ്രത്യേകിച്ച് പിന്നെ അറേബ്യ, ഇസ്രായേലി സമൂഹം ഇവരെല്ലാം ശുദ്ധമായി ആരാണ്? ഇന്നത്തെ ഇസ്രായേലികളല്ല. ഇന്നത്തെ ഇസ്രായേലികൾ യാഫിസ്റ്റുകളാണ്. പണ്ടിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഇതെന്താ നിങ്ങൾക്ക് അരണയുടെ ബുദ്ധി? പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ലോക ചരിത്രത്തിൽ 3 ജനതയാണുള്ളത്. പിന്നെ അവരിൽ നിന്ന് ക്രോസ് ചെയ്യപ്പെട്ട ക്രോസിങ് നടന്നിട്ടുണ്ടാവാം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇന്ത്യക്കാരാരാണ്? ആമിറ്റുകളും സെമിറ്റുകളും കൂടിയതാണ് ആര്? ഇന്ത്യക്കാര്. അതിലൊരു ക്രോസിങ് നടന്നിട്ടുണ്ടാവും. അതായത് ഒരു ഹാമിറ്റുകൾപ്പെട്ട പെണ്ണിനെ ഒരു പിന്നെ സെമിറ്റിക്ക് കെട്ടി, അല്ലെങ്കിൽ ആണ് ഇങ്ങോട്ട് കെട്ടി, അതിൽ ജനിച്ച ഇതായിരിക്കും നമ്മൾ. അടിസ്ഥാനപരമായി ആഫ്രിക്കക്കാർ ശുദ്ധരായി ഹാമിറ്റുകളാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്? അറേബ്യർ ശുദ്ധരായി ആരുമാണ്? സെമിറ്റുകളുമാണ്. മധ്യത്തിലാണ് കഴിഞ്ഞു പോയാൽ ക്രോസിംഗ് നടക്കാത്ത ഏരിയകൾ മൊത്തം അവർ ആരുമാണ്? യാഫിസ്റ്റുകളാണ്. ഇതാണ് അൽ ബശറു യൗമഇദിൻ അബ്നാഉ നൂഹിൻ അസ്സലാസ. ഹദീസാണ്. അൽ ബശറു യൗമഇദിൻ, ഇന്നത്തെ മനുഷ്യകുലം അബ്നാഉ നൂഹിൻ അസ്സലാസ, നൂഹിന്റെ 3 മക്കളുടെ മക്കൾ മാത്രമാണ്. പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അൽ ബശർ മൊത്തം മാനവകുലം, യൗമഇദിൻ ഇന്നത്തെ കാലത്ത്, അബ്നാഉ നൂഹിൻ അസ്സലാസ, നൂഹിന്റെ 3 മക്കളുടെ മക്കൾ മാത്രമാണ്. ഒന്നിരിക്കൽ സെമിറ്റിക്ക്, അല്ലെങ്കിൽ ഹാമിറ്റിക്ക്, അല്ലെങ്കിൽ യാഫിസ്റ്റ്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ക്രോസ് ചെയ്ത് വന്നത്. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ചിന്തിക്കണം. അതാണ് യഥാർത്ഥത്തിൽ ഹോമോസാപ്പിയൻസ്. അതേ സമയത്ത് ഹോമോസാപ്പിയൻസ് അല്ലാത്ത മനുഷ്യരെ കാണുന്നുണ്ട്, ഹോമോ എറക്ടസ്. അവർ ഈ മനുഷ്യകുലത്തിന്റെ തന്നെ മക്കളോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ആന്ത്രോപോളജിസ്റ്റുകൾക്ക് വലിയ പഠന ആവശ്യത്തിൽ നടന്നിട്ടുണ്ട്. ഞാൻ പറയുമ്പോഴത്തിന് ഖുർആനെ എതിരായി എന്നൊന്നും പറയണ്ട. പഠനം നടത്താൻ തെറ്റിയാൽ എന്താ കുഴപ്പമുള്ളത്? മനസ്സിലായില്ല? മനുഷ്യർ മുഴുവനും ബനു ആദമാണോ എന്ന കാര്യത്തിൽ ഇന്നും ഇരുകാലികളായി നടക്കുന്നവരെല്ലാം ബനു ആദമാണോ എന്ന കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. മനസ്സിലായില്ലേ? അന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ പേടിക്കണം. അതിലൊക്കെ പലതും നടന്നിട്ടുണ്ടാവാം. മനസ്സിലായില്ലേ? ഹോമോസാപ്പിയൻസ് മൊത്തം ഒരു രക്തം. അതിന്റെ എല്ലാം അടിസ്ഥാനം എന്തുവാണ്? നൂഹ് നബിയാണ്. മനസ്സിലാണ് പറഞ്ഞത്? ആ സംസ്കൃത സമൂഹം അവർക്ക് നന്മയിലേക്ക് താല്പര്യം കൂടും, മറ്റേ നന്മയിലേക്ക് താല്പര്യം കുറയും. വിശദീകരിക്കുന്നില്ല, അത് ഞാൻ പറയും. സാമിനെ പറ്റി പറഞ്ഞതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് ജനതതികളുടെ പിതാവായി അറിയപ്പെടുന്ന ജനതതികളുടെ പിതാവ്, അത് മൊത്തം യൂറോപ്യൻസ് അല്ല കേട്ടോ, മൊത്തം യൂറോപ്യൻസ് യാഫിസ്റ്റുകളാണ്. അവർ ബനു ആദം തന്നെ. അതായത് കൊക്കേഷ്യൻസ് മാത്രമാണ് ഹോമോ ഇറക്ടസ്. അവരെന്താണെന്ന കാര്യത്തിൽ ഡൗട്ടുണ്ട്. മനുഷ്യൻ രൂപം പഠിച്ചോ, അങ്ങനെ പഠിച്ചു. അവരിലേക്ക് എൻ്റെ ഒരു വീക്ഷണം എന്താന്ന് പറഞ്ഞാൽ, ഇപ്പം അതിമൊരു വിഷയമുണ്ടാക്കുന്നത് ഞാൻ പറയാത്തത്. അതായത് അനിമൽ ക്രോസിങ് വന്നിട്ടുണ്ടാവാം, ചിലപ്പോൾ അത് വന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ ഡാർവിൻ പറഞ്ഞത് നേരാവാം. ഞാനൊരു ചിന്ത പറയാം കേട്ടോ, ഇനി അതൊരു നിയമമാക്കി കൊണ്ടുവരരുത്. ഒരു ചിന്ത ഇത് തെറ്റാനാണ് കൂടുതൽ സാധ്യത, എന്നാലും എൻ്റെ ചിന്ത പറയാലോ. എൻ്റെ ചിന്ത തെറ്റാൻ തന്നെയാണ് കൂടുതൽ സാധ്യത, എന്നാലും പറയാം. അതായത് കൊക്കേഷ്യൻസിന് പൊതുവെ പിന്നെ ഏഷ്യൻ ആഫ്രിക്കൻ ജനതയുടെ രീതിയില്ല, സഹതാപം ഇല്ല. കൊക്കേഷ്യൻസിന് സഹതാപം എന്നൊരു സംഭവമില്ല. ഒരു വേദന അവർക്ക് ഉണ്ടാവില്ല. എന്ത് ക്രൂരത ചെയ്താലും അവർക്ക് മടി ഉണ്ടാവില്ല. അതൊക്കെ ഹിറ്റ്ലറൊക്കെ അതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് വാസ്കോഡി ഗാമ ഹജ്ജിന് പോയ കപ്പൽ മുക്കിയത്. ഒരു സാമൂഹികത മനസ്സിലാവണില്ല. എന്താണ് ഇവർ ചെയ്യുന്നത്?
കാരണം സാമൂതിരി അതിന് പിന്നെ മകനാണ്. ആ മനുഷ്യന് മനസ്സിലാവില്ല ധർമ്മം, നീതി, സത്യം, സാദാപം ഇതൊക്കെ ഉള്ള ആളാണ്. മറ്റൊരുക്കത് മനസ്സിലാവണില്ല. ഇങ്ങോട്ട് ഇതിനെ ഒരാവശ്യമില്ലാത്ത ഒരു സമുദായത്തിന് എന്തിനാ പോറ്റണത് എന്നുള്ളത് അയാൾക്ക് മനസ്സിലാവണില്ല. ഒന്നൂടെ മനസ്സിലോണ്ട് പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കുന്നത് അങ്ങനെ അങ്ങനെ. അപ്പം അതന്നെ ആ കൊക്കേഷൻസ് ആയിരിക്കാം ചിലപ്പോൾ എനിക്ക് മനസ്സിൽ വന്നതൊരു കാര്യം. ചിലപ്പോൾ ഡാർവിൻ പറഞ്ഞതിൽ ഒരു അർത്ഥസത്യമുണ്ടാകാം. പക്ഷെ ഡാർവിൻ പറഞ്ഞതല്ല ശരി. മനുഷ്യൻ കുരങ്ങിൽ നിന്നുണ്ടായിട്ടുണ്ടാകാം. കുരങ്ങിൻ്റെ ക്രോസിംഗ് ഒന്നും അങ്ങനെ ഉണ്ടാവാം, അങ്ങനെ വന്നിട്ടുണ്ടാകാം. എന്തല്ല, എവല്യൂഷൻ അല്ല. മനസ്സിലായില്ല? സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞപ്പോൾ ഉണ്ടാവുന്ന ചേഞ്ചസ് അല്ല. മൃഗം മനുഷ്യനുമായി ബന്ധപ്പെട്ടു, അങ്ങനെ വന്നേക്കാം. ആവാം. ലോകത്ത് മൃഗവ്യഭിചാരശാലകൾ പ്രവർത്തിക്കുന്ന ഒറ്റ വൻകര യൂറോപ്പ്. മൃഗവിചാരം എന്താ ഇതിനൊക്കെ അർത്ഥം? മൃഗവിചാരശാലകൾ, മൃഗത്തെ വിചരിക്കാൻ അവസരം. അതായത് റെഡ് സ്ട്രീറ്റിൽ സ്ത്രീകളെ പുരുഷന്മാരെ ഒക്കെ ഉണ്ട്. അവിടെ സ്ത്രീകളുടെ റെഡ് സ്ട്രീറ്റ് ഉണ്ട്, പുരുഷന്മാർ റെഡ് സ്ട്രീറ്റ് ഉണ്ട്. ആനിമൽസിൻ്റെ റെഡ് സ്ട്രീറ്റ്, അതായത് ആനിമൽസിനെ പിന്നെ വ്യഭിചരിക്കേണ്ട ആളുകൾക്ക് അവർ അതിൻ്റെ സൗകര്യം ചെയ്തു കൊടുക്കും. ആനിമൽസിനെ വ്യഭിചരിക്കാൻ വേണ്ടി വളർത്തുക, പാലിനും വളർത്തുന്ന പോലെ. എന്തിന്? എന്താ എന്തല്ലാത്തവരടുത്ത് പറഞ്ഞു പോയല്ലോ ഞാൻ. അത് ഈ ലോകത്തൊരു വൻകരയിലേ ഉള്ളൂ. അതെവിടെയാണ്? യൂറോപ്പിൽ. നിനക്കത് പറയേണ്ട കുട്ടിയെ, നിനക്കും എനിക്കത് അങ്ങനെയല്ലാത്തൊരു ജനതയുടെ ചോയ്സ് അങ്ങനെയാണ്. പിൽക്കാലഘട്ടത്തിൽ അനിമലിനെ ബുദ്ധിമുട്ടിക്കരുത് എന്ന ഇതുകൊണ്ട് അതിനെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ട്. ഏതുപോലെ ചില പരിസ്ഥിതിവാദികൾ. അല്ലാതെ എന്തല്ല, ഒരു സംസ്കാരമല്ല അവരെ പ്രശ്നം. അവരെ പ്രശ്നം എന്താണ്? സാംസ്കാരികമല്ല, ധാർമ്മികമല്ല, പിന്നെന്താണ്? ആനിമൽസിനും അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഇപ്പൊ നമ്മളെ മനേകാ ഗാന്ധിയൊക്കെ എന്താണ്? പരിസ്ഥിതിവാദികളല്ലേ പറഞ്ഞു. മനേകാ ഗാന്ധി എക്സാമ്പിൾ. അങ്ങനെ പരിസ്ഥിതിവാദികളില്ലേ? മൃഗങ്ങളെ അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നുള്ള ഇല്ലേ? ഇല്ലേ? ആ മൃഗവാദികൾ, ആ വാദികൾ വാദിച്ചു എന്ത്? ആനിമൽസിനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അല്ലാതെ എന്തല്ല പ്രശ്നം? സംസ്കാരം പ്രശ്നമേ അല്ല. പക്ഷെ അത് ആനിമലിന് പ്രയാസമല്ലേ? അത്ര പ്രശ്നം. അത് ഹോമോറക്ടസ് സ്ഥിരമായി സംസാരിക്കുന്ന സംഭവമാണ്. അല്ലാഹു രക്ഷിക്കട്ടെ. എൻ്റെ സാത്താൻ്റെ നവലോകക്രമം എന്ന പുസ്തകം വരുന്നുണ്ട്. വിത്തിൻ 2 months പുസ്തകം പുറത്തു വരും. ഇൻഷാ അല്ലാഹ് സഹായിച്ചാൽ. ഇങ്ങനെ ഉള്ള ചില ഇന്ന് ലോകം കൈയടക്കിയ പിശാചിൻ്റെ സ്വാധീനം ഭൂഗോളം കൈയടക്കാതെ അന്ത്യനാൾ വരില്ല എന്ന് മുസ്തഫ നബി പറഞ്ഞതിന് ആ ഹദീസിനെ പരത്താണ് എൻ്റെ പുസ്തകം. ഇൻഷാ അല്ലാഹ് എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള ഒരു വിൻഡോ, ആർക്കെങ്കിലും റസൂലുള്ളാഹിനെ മനസ്സിലാക്കണമെങ്കിൽ ഒരു വിൻഡോ. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ആ സുഗന്ധം അടിച്ചു വീശി കിട്ടിയിട്ടുണ്ട്. ആർക്കെല്ലാം? സാമിനും ഹാമിനും സുമ്മമങ്കാന യാപ്പിത്തൻ, പിന്നെ യാപ്പിത്തിനും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ സാമിന് നന്മ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാമിന്റെ മൂക്കിൽ എന്തുണ്ടായിരുന്നു? പുണ്യ റസൂലുള്ളാഹിന്റെ സുഗന്ധമുണ്ട്, മുഹമ്മദിയായുടെ സുഗന്ധം അതിനു മുമ്പേ ഉണ്ട്. ആ സുഗന്ധം ആസ്വദിച്ചത് കൊണ്ടാണ് ആ സുഗന്ധം ആസ്വദിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അള്ളാഹുവിൽ ഒരു ജനത അകന്നു പോയത്. പഴയ കാലത്ത് നബിയുടെ തൊട്ടടുത്ത് അതേ നാട്ടിൽ ജനിച്ചു അബൂജഹൽ, ഉത്ബ, ഷൈബ. അവരുടെ മൂക്കിൽ ആ സുഗന്ധം കിട്ടിയില്ല. അതുകൊണ്ടാണ് അവർ നബിക്കെതിരായത്. നബിയെ വിഷമിപ്പിച്ച വഹ്ശ് ബിൻ ഹർബിന് പിന്നീട് ആ സുഗന്ധം ആസ്വദിക്കാൻ കഴിഞ്ഞത് കൊണ്ടാണ് ഈ സുഗന്ധം കിട്ടാത്ത ഒരു പ്രയാസകരം, ഒരു കാട്ടാള ജീവിതത്തെ ഓർത്ത് മരണം വരെ ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞത്. ആര്? വഹ്ശ് ബിൻ ഹർബ് റളിയല്ലാഹു അൻഹു. മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത്? അപ്പൊ ഈ സുഗന്ധം കിട്ടിയവരൊക്കെ നന്നാവും. അത് ആർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു? സാമിന്. അവരെ ബാപ്പയായ അവരെ പറയാൻ കാരണം എന്താ?
സാംസ്കാരികമുള്ള സമൂഹത്തിന്റെ മുഴുവനും പിതാവായി അറിയപ്പെടുന്ന ആളാണല്ലോ ആര്? നൂഹ്. നൂഹിന്റെ മക്കളൽ. അതുകൊണ്ടാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? ചിന്തിക്ക്, പിന്നെ ചിന്തിക്ക്, പിന്നെ അവസാനിപ്പിക്കാം. പിന്നെ അവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ സുഗന്ധം ആസ്വദിച്ചിട്ടുണ്ട് അവരെല്ലാം. അവരെ നന്മ ചെയ്തത് എല്ലാവരും. ഇബ്രാഹിം നബി അഗ്നി കുണ്ടത്തിന് രക്ഷപ്പെട്ടത് ആ മൂക്കിൽ ആരവാസനുണ്ട്. നബി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മർദ്ദനമേറ്റപ്പോഴും ജനത്തിന്റെ നന്മക്ക് വേണ്ടി പണിയെടുത്തത് ആ മൂക്കിൽ റസൂലുള്ളാഹിയുടെ വാസനയുണ്ട്. എല്ലാവർക്കും ഉണ്ട്. ഇന്ന് രാവിലെ പിൻപും മുമ്പൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഞാൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ മക്ബറ കണ്ടിട്ടുണ്ട്. ആ മക്ബറയുടെ കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ബഗ്ദാദിൽ പോയപ്പോൾ ഷെയ്ഖ് അബ്ദുൽ ഖാദിറിന്റെ മക്ബറ കാണാൻ പോയി. ആ മക്ബറയുടെ കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു വരി: അബ്ദുൽ ഖാദിരിൽ മശ്ഹൂർ ഇസ്മി വജദ്ദി മുഹമ്മദുൻ ഐനുൽ കമാലി. ഇത് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ മക്ബറയുടെ ഉമ്മറപ്പടി എഴുതി വെച്ചത് ഞാൻ 2023 കണ്ടിട്ടുണ്ട്. അബ്ദുൽ ഖാദിർ അൽ മശ്ഹൂർ ഇസ്മി, പ്രസിദ്ധമായ എൻ്റെ പേര് അബ്ദുൽ ഖാദിറാണ്. നിങ്ങൾക്കറിയാലോ. ജദ്ദി മുഹമ്മദ്, എൻ്റെ വല്ലിപ്പ മുഹമ്മദാണ്. ഐനുൽ കമാലി, എൻ്റെ പൂർണ്ണതയുടെ ഐനായ പുണ്യ റസൂലാണ്. എനിക്കെല്ലാം ആ അടിത്തറയിൽ നിന്നാണ് ഞാൻ നേടിയതെല്ലാം. അപ്പോൾ ആർക്ക് എന്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും കാരണക്കാരൻ ആരാണ്? ഹബീബ നബിയാണ്. എൻ്റെ ഷെയ്ഖുൽ മശായിഖ് അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിങ്ങൾ എന്നെ സിയാറത്ത് ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടം നിങ്ങൾ പുണ്യ റസൂലുള്ളാഹി തങ്ങൾക്ക് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലലാണ് എന്ന്. നിങ്ങൾ എന്നെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി മൊറോക്കോയിൽ വരുന്നതിനേക്കാൾ എനിക്കിഷ്ടം ആ സമയം നിങ്ങൾ എന്തിനുപയോഗപ്പെടുത്തുക? അള്ളാഹിന്റെ ഹബീബിനെ സ്വലാത്തില്ല. കാരണം റസൂലുള്ളാഹിക്ക് വേണ്ടി മാത്രമേ ഏതൊരു അടിമയും ജീവിക്കേണ്ടത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ويمآن طول الدهر شم وريجه لسام وحامن ثم من كان يابثا محمد عبد الله أحمد حامد. അള്ളാഹിന്റെ അടിമയാണ് മുഹമ്മദ്. അഹ്മദും അവർ തന്നെ, ഹാമിദും അവർ തന്നെ. അലൈഹി സ്വലാത്തുല്ലാഹി മസ്നാ വസാലിസ. അവരുടെ മേൽ അള്ളാഹ്, ആ ഹബീബിന്റെ മേൽ അള്ളാഹിന്റെ സ്വലാത്ത് ഉണ്ടാവട്ടെ. മസ്നാ, ഈ രണ്ടാം വട്ടവും, വസാലിസ മൂന്നാം വട്ടവും ഒക്കെ. ഒരു വട്ടമൊന്നല്ല, വട്ടം എത്രയായാലും അവരുടെ മേൽ ഉണ്ടാവട്ടെ. അലൈഹി സ്വലാത്തു ദാത്തി ബിദ്ദാത്തി വഹദഹാ വയഅലു ഖറാമി ബിൽ മദായിഹി നാഫിസാ. അലൈഹി സ്വലാത്തു ദാത്തി, ആ പരിശുദ്ധമായ ദാത്തായ ജലജലാലായ ദാത്തിന്റെ സ്വലാത്ത് നബിയുടെ മേൽ ഉണ്ടാവട്ടെ. ബിദ്ദാത്തി വഹദഹാ, ആ ദാത്ത് കൊണ്ട് മാത്രമുള്ള ആ സ്വലാത്ത് ഉണ്ടല്ലോ, അത് എക്കാലത്തും ഹബീബായ നബിയുടെ മേൽ ഉണ്ടാകട്ടെ. എൻ്റെ ആ പ്രേമം മികച്ചു നിൽക്കുകയാണ്. ബിൽ മദായിഹി, മദ്ഹുകൾ കൊണ്ടുള്ള എൻ്റെ പ്രേമം മികച്ചു നിൽക്കുകയാണ്. നാഫിസൻ, നബിയെ കുറിച്ച് സംസാരിക്കുന്ന ഏതൊരാളുടെയും മേലെ. ഞാൻ ആർക്കും മേലെയാണ്. എന്നെ പോലെ നബിയെ പ്രേമിക്കാൻ ഒരാൾക്കും ആയിട്ടില്ല എന്നർത്ഥം. എൻ്റെ സമകാലികരിൽ ആരെക്കാളും മേലെ ഞാനാണ്.